ഹലോ ഗൈസ്, ട്രാവൽ വീഡിയോ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാന്തല്ലൂർ ട്രാവൽ വ്ലോഗിലെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ അവസാനമായിട്ട് ചെയ്തത് ശർക്കര ഫാക്ടറിയിൽ പോകുന്നതാണ്. ആ വീഡിയോ കാണാത്തൊരു പാർട്ട് വീഡിയോസൊക്കെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. നമ്മൾ ശർക്കര ഫാക്ടറി കണ്ട് നേരെ പോയത് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. ഇത് കോവിൽക്കടവിൽ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തൂവാനം വെള്ളച്ചാട്ടത്തിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പോയത് കാന്തല്ലൂരിലെ ചന്ദനത്തോട്ടം കാണാനാണ്. കേരളത്തിൽ സ്വാഭാവികമായി ചന്ദനമരം വളരുന്ന ഏക പ്രദേശമാണ് മറയൂർ. ഈ ചന്ദനക്കാടുകൾ കാന്തല്ലൂരിലേക്കുള്ള യാത്രാമധ്യയാണ് വരുന്നത്. അതും കഴിഞ്ഞ് നേരെ അവിടുന്ന് പോയത് മുനിപ്പാറയിലേക്കാണ്. പുതുമലപ്പെട്ട റൂട്ടിൽ മറയൂർ വഴിയുള്ള യാത്രയിൽ വരുന്ന ഒരു സ്ഥലമാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലമാണ് മുനിപ്പാറ. ഇതെല്ലാം കണ്ട് നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് നേരെ പോയത് കമ്പം തേനിയിലോട്ടാണ്. ഇവിടുത്തെ പ്രത്യേക ആകർഷണം എന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടങ്ങളാണ്. ഇവിടുത്തെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെറൈറ്റിയുള്ള മുന്തിരികൾ നമുക്ക് നേരിട്ട് കാണാനും കുറഞ്ഞ വിലയ്ക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാനും സാധിക്കുന്നതാണ്. ഇവിടെ പല മുന്തിരിത്തോട്ടങ്ങളിലും ഫീസ് ഈടാക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടാനുസരത്തിന് മുന്തിരി വാങ്ങാനും ഫോട്ടോ എടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ കാന്തല്ലൂർ ട്രാവൽ വ്ലോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതിയ യാത്രയുമായി പുതിയ വീഡിയോസിൽ ഇനിയും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുത്.